ഇപ്പോൾ പ്രോപ്പർ ചാനൽ പ്രതിനിധി ശ്രീ ഹരിദാസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ എം കെ ഹരിദാസ്, ജനങ്ങൾക്ക്, അതായത് പോലീസിന് ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യങ്ങൾ, അതിന് രാഷ്ട്രീയമായി ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതൊരു വശം. അതിനപ്പുറത്ത് ആളുകൾ കൂടിയിരിക്കുന്ന വൈകുന്നേരങ്ങളിൽ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അക്രമാസക്തരായ ഇതുപോലെ മാരകായുധങ്ങൾ കയ്യിലുള്ള ഒരു സംഘം കടന്നു വരിക, കണ്ണിൽ കാണുന്നവരെയെല്ലാം വെട്ടി പരിക്കേൽപ്പിക്കുക, അത് ഗുരുതരമാവുക, മരണാസന്നരായ ആശുപത്രിയിൽ കിടക്കുക, നമ്മുടെ നാട്ടിൽ തുടരെ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾക്കൊരു പരിഹാരം വേണ്ടേ? പരിഹാരമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച MLA പറഞ്ഞു, നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലെയും 50% പോലീസുകാര് ഇത്തരത്തിലുള്ള ഗുണ്ടാ ഗ്യാങ്ങിന്റെ വക്താക്കളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. പോലീസും ഗുണ്ടാ ഗ്യാങ്ങും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു 3 മാസം മുമ്പ് നിങ്ങൾ മാതൃഭൂമി തന്നെ ഞാൻ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 10 മണിക്ക് കളമശ്ശേരിയിൽ നടന്നത് എന്താ? ഒരു കാറിന് സൈഡ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാറിനെ ഫോളോ അപ്പ് ചെയ്ത് വന്ന 6-7 ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കളമശ്ശേരിയിലെ നടു റോട്ടിൽ. നാഷണൽ ഹൈവേയിലാണ് ആ സംഭവം ഉണ്ടായത്. കോട്ടയത്ത് ഉണ്ടായത് എന്താ? തങ്ങളെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു 21-കാരനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന സംശയത്തിൽ 21-കാരനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ വളപ്പിലേക്കാണ് ഗുണ്ടകൾ കൊണ്ടിട്ടത്. കേരളത്തിൽ സമാന്തരമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ നടക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വസ്തുതർക്ക കേസുകൾ ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് യൂട്യൂബർമാർ ഇത്തരത്തിലുള്ള ഗുണ്ടാ ഗ്യാങ്ങുകൾക്ക് പ്രൊമോഷൻ വീഡിയോ നിർമ്മിക്കുന്ന കാലഘട്ടത്തിലേക്ക് കേരളം മാറി, പ്രബുദ്ധ കേരളം മാറി, ദൈവത്തിന്റെ സ്വന്തം നാട് മാറി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിന്റെ ഡെപ്ത് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ വെറും ഒരു സാമ്പിളാണ്. ഇതിനപ്പുറമുള്ളത് നടക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ. അതിനെക്കുറിച്ചിട്ട് പോലീസിന് യാതൊരുവിധ ധാരണയുമില്ല. അൻവർ സാദത്ത് MLA പറഞ്ഞു, ഇവിടുത്തെ നെടുമ്പാശ്ശേരിയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുകയാണെന്ന്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങേയറ്റം പരാജയപ്പെട്ടതിന്റെ ദൂഷിത ഫലമാണ്. ഇവിടുത്തെ അവയവ മാഫിയയെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാ ഗ്യാങ്ങുകളാണ്. ഓരോ സ്വകാര്യ ആശുപത്രികളും കേന്ദ്രീകരിച്ചിട്ട് 4-5 അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. ഈ അവയവ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ബ്രോക്കർമാരെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ടാ ഗ്യാങ്ങുകളാണെന്നുള്ള കാര്യം ഇവിടുത്തെ പോലീസിന് അറിയാം. ഒരു കാര്യത്തിലും നടപടിയെടുക്കുന്നില്ല. ഇവിടുത്തെ ഭൂമി സംബന്ധമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും ഇത്തരത്തിലുള്ള ഗുണ്ടാ ഗ്യാങ്ങുകളുടെ അടുത്താണ്. ഒരുവിധ നടപടിയും എടുക്കുന്നില്ല. ഗുണ്ടകളെ പിടിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ തയ്യാറാക്കപ്പെട്ട ഒരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ ആ സ്ക്വാഡിന്റെ നീക്കങ്ങൾ പോലും കൃത്യമായിട്ട് ഗുണ്ടകൾക്ക് ചോർത്തി കൊടുക്കുന്ന പോലീസുകാരാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇത്തരത്തിലൊരു അപജയത്തിന് 50% 50% കാരണക്കാർ ഇവിടുത്തെ 50% പോലീസുകാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് ഇന്നോ നാളെയോ നിർത്താനൊന്നും ഒരു സർക്കാരിനെ കൊണ്ട് സാധിക്കാത്ത വിധത്തിൽ ഇവർ അത്രയേറെ വലുതായി ഈ ഗുണ്ടാ ഗ്യാങ് എന്നുള്ള കാര്യം നമ്മുടെ സാക്ഷര കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമായ സംഗതിയാണ്. ഒരു